ചെയ്യുമ്പോൾ ദശപുഷ്പങ്ങളെ ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ദശപുഷ്പങ്ങൾ വെച്ചിട്ട്, കാരണം ദശപുഷ്പങ്ങൾ എന്ന് പറയുമ്പോൾ ദശപുഷ്പങ്ങൾ ഏതൊക്കെയാ ദശപുഷ്പങ്ങൾ? കറുക, തിരുതാളി, മുക്കൂറ്റി, ഉഴിഞ്ഞ, ചെറുള, മുയൽച്ചെവിയൻ, പൂവാങ്കുന്നില, നിലപ്പന, കൃഷ്ണക്രാന്തി, മുയൽച്ചെവിയൻ പറഞ്ഞു, മുടിക്ക് നല്ലത് അല്ലെ? ഇത്രയാണ് ദശപുഷ്പം പറയുന്നത്. അപ്പൊ ഈ ദശപുഷ്പത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ പ്രധാന എല്ലാം വിഷഹരമാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ ദശപുഷ്പം കർക്കിടക മാസത്തിൽ പറയണമെങ്കിൽ അല്ലെങ്കിൽ മഴക്കാലത്ത് പറയണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ പറമ്പിന് ചുറ്റും എന്തുണ്ടാവും? അതെ, സസ്യങ്ങളെല്ലാം വളരും. അപ്പൊ പുല്ല് ഒരുപാട് വളരും. അതില് കീടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ, പാമ്പ്, വിഷജന്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോ നമ്മുടെ പ്രകൃതിയും അതിനുള്ള ഒരു പരിഹാരം പ്രകൃതിയിൽ തന്നെ വെച്ചേക്കുകയാണ്. കാരണം നമുക്ക് ബാക്കിയുള്ള ഇപ്പൊ തന്നെ ക്ലീനിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് ദശപുഷ്പം കിട്ടാൻ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു. അപ്പോ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ദശപുഷ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ വേനൽക്കാലത്തെ കാര്യം ചിന്തിക്കേണ്ടല്ലോ. അപ്പോ ശരിക്കും പ്രകൃതി തന്നെ അതിനുള്ള ഒരു സൊല്യൂഷനും എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള പോലെയാണ്. അപ്പൊ വിഷഹാരവുമാണ്. അതില് ഒട്ടുമിക്ക ഇത് നോക്കുകയാണെങ്കിൽ ശ്വാസകോശത്തിന് എന്താ പറയാ അനുയോജ്യമായിട്ടുള്ള, അതിലെ അസുഖങ്ങൾ മാറ്റാൻ അനുയോജ്യമായിട്ടുള്ള ദ്രവ്യങ്ങളും ഉണ്ട്. അതല്ലെങ്കിൽ അതിൽ കുറച്ചെണ്ണം വയറിന് നല്ലതാണ്. അപ്പൊ നമ്മുടെ മഴക്കാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് പ്രതിവിധി എന്നുള്ള പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന പുഷ്പങ്ങളെയാണ് അല്ലെങ്കിൽ ചെടികളെയാണ് ദശപുഷ്പം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ദശപുഷ്പത്തില് ഒരെണ്ണം മാത്രം പൂവില്ല. അതേതാ? അല്ല, നിലപ്പനയ്ക്ക് പൂ വരും. കറുകയ്ക്കാണ് പൂവില്ലാത്തത്. അല്ല, ദശപുഷ്പത്തിലാണെങ്കിലും ആ പേര് പറഞ്ഞാലും അതിൽ കറുകയ്ക്ക് പൂ വരില്ല. അപ്പോ എന്താ പറഞ്ഞു തന്നെങ്കിൽ ഈ ദശപുഷ്പത്തിനെ നമ്മൾ നീരെടുത്തിട്ട് കർക്കിടക കഞ്ഞി വെക്കാം. അപ്പൊ കർക്കിടക കഞ്ഞി വെക്കുമ്പോൾ ഞാവരരിയോ ചെന്നല്ലരിയോ എന്താച്ചാ ഉപയോഗിച്ച് അതിൽ ഈ ദശപുഷ്പം വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കാം. അതുപോലെ പത്തില വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കാം. അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഈ പറയുന്ന മറ്റേ കുരുമുളക്, ഉലുവ, ചുക്ക്, അജി, അങ്ങനെ ആശാളി, ജീരകം, അങ്ങനത്തെ കാര്യങ്ങളും ചേർത്തിട്ട്, കുടകപ്പാലേരി, അങ്ങനത്തെ കാര്യങ്ങളും ചേർത്തിട്ടും നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. അപ്പോ ഇതെല്ലാം ഒരു ഭക്ഷണം, പണ്ട് കാലത്ത് പ്രഭാത ഭക്ഷണം എന്നുള്ള നിലയിലാണ് കർക്കിടകക്കഞ്ഞി പോയിരുന്നത്. ഇന്നത്തെ കാലത്ത് അത് ആരും അത്ര കഴിക്കുന്നില്ല, ഈ മരുന്ന് ഒരു ടേസ്റ്റ് എന്നുള്ളൊരു ഇത് വെച്ചിട്ട്. എങ്കിലും ചെറിയൊരു അളവിൽ ഈ മരുന്നുകൾ ആഡ് ചെയ്ത് നമുക്ക് കഴിക്കുകയാണെങ്കിൽ അത് രുചിപ്രദമായിട്ട് തന്നെ ഉണ്ടാക്കാം. അതുപോലെ ഷുഗറിന്റെ പ്രശ്നം, പ്രമേഹത്തിന്റെ ഒരു പ്രശ്നം ഉള്ളവർക്ക് നമുക്കിതില് ഉലുവ ആഡ് ചെയ്തിട്ട് അങ്ങനെയും ശീലിക്കാം. അപ്പോ അതങ്ങനെ നോക്കാം. അതുപോലെ പിന്നെ വൈകുന്നേരങ്ങളിൽ നമ്മൾ ചായ, കാപ്പി, മലയാളികൾക്ക് അതൊരു ശീലാണ്. അപ്പൊ അതിന് പകരം നമുക്ക് ഈ പറഞ്ഞ ചുക്ക് കാപ്പി ഉപയോഗിക്കാം. കാരണം നമ്മൾ ഇപ്പൊ ഓരോ ഋതുക്കളിലും ഓരോ പാനീയങ്ങളും ആഹാരങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഗ്രീഷ്മം, വേനൽക്കാലത്തൊക്കെ നമുക്ക് വെള്ളം ആ ഒരു കാര്യങ്ങളായിരുന്നു. പക്ഷെ മഴക്കാലത്തോടനുബന്ധിച്ചിട്ടാവുമ്പോൾ നമ്മൾ എന്താ പറയാ, ചുക്ക് കാപ്പി നല്ലതാണ്. അപ്പൊ ചുക്ക് കാപ്പി എന്ന് കേട്ടാൽ അത് പനിയുള്ളവർക്കല്ലേ, അല്ലെങ്കിൽ നമ്മൾ ആ പനി കഴിയുമ്പോഴല്ലേ കഴിക്കുക എന്നുള്ളൊരു ചിന്ത വരും. അങ്ങനെയല്ല, അങ്ങനെ അല്ലാതെ നമുക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കാം. അതായത് എങ്ങനെയാ നമുക്കത് ചെയ്യാൻ പറ്റുക? അതില് നമ്മൾ ആദ്യം തുളസി, പനിക്കൂർക്കയിലയും, അതായത് ഇതും ഒരു സ്വസ്ഥ എന്ന് പറയും. അതായത് രോഗമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് പ്രതിരോധത്തിന് വേണ്ടിയിട്ട്, രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്നുള്ള പോലെ. അപ്പൊ എന്ത് ചെയ്യണം? തുളസി, പനിക്കൂർക്കല തുടങ്ങിയ ഇതൊക്കെ ചെടിയിട്ട് അതിന്റെ ഇലയിട്ട് വെള്ളം തിളപ്പിക്കാം. എന്നിട്ട് അതിലേക്ക് കുരുമുളക് ചതച്ചതോ ചുക്ക് ചതച്ചതോ അതുപോലെ കുറച്ച് മല്ലി, ചെറിയൊരളവിൽ മല്ലി ചതച്ചതും ഇടുക. എന്നിട്ട് അതിലേക്ക് പനം ചക്കരയാണ് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നതിൽ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതിട്ട് നന്നായി തിളച്ച് കുറച്ചൊന്ന് വറ്റി കഴിയുമ്പോൾ അവസാനം അതിലേക്ക് കാപ്പിപ്പൊടി ഇത്തിരി
ഇത്തിരി ഇട്ടാൽ മതി. അതാണ്, എന്നിട്ട് അരിച്ച് ഉപയോഗിക്കാം. അപ്പൊ ഇത് നമുക്കൊരു രോഗപ്രതിരോധത്തിന് നല്ലതാണ്. ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചുക്കും തുളസിയും പനിക്കൂർക്കയിലും ഇട്ട വെള്ളം പാനീയമായിട്ട് ചൂട് വെള്ളം നമ്മളിപ്പോ ഫ്ലാസ്കിൽ വെച്ചിട്ട് കുടിക്കുക എന്നുള്ള പോലെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ മഴക്കാല രോഗങ്ങളെ, അതായത് ഈ തൊണ്ടവേദന, ജലദോഷം തുടങ്ങിയ വൈറൽ ഫീവർ തുടങ്ങിയ അസുഖങ്ങളെ ഒരു പരിധി വരെ പ്രതിരോധിക്കാനായിട്ട് പറ്റും. പിന്നെ രാത്രി ഭക്ഷണമാണെങ്കിലും നമ്മളൊരു 6:30, 7, 7:30 അതിനുള്ളിൽ, അതായത് കിടക്കുന്നതിന് ഒരു 2-2.5 മണിക്കൂർ മുന്നെയെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാം. അതും വളരെ ലഘുവായിട്ട് ചെറിയ അളവില് നമ്മളുടെ ദഹനശക്തിക്ക് അനുസരിച്ച് മാത്രം ഭക്ഷണം കഴിക്കാം. സന്ധ്യയ്ക്ക് ശേഷം അധികം വെള്ളം കുടിക്കാതിരിക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതുപോലെ ഇപ്പോ ഇന്നത്തെ കാലം നമ്മൾ വ്യായാമത്തിന് കുറച്ച് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്, പ്രായഭേദമന്യേ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരുടെ കയ്യിലും കുറച്ച് പൈസയൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ ആൾക്കാരെയും, പണ്ട് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള മെൻസിന് മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നു ജിം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ജിമ്മ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും വയസ്സായവരെയും എല്ലാവരെയും കാണാൻ പറ്റും അല്ലെ. അപ്പോ നമ്മള് വ്യായാമത്തിന്റെ ഭാഗമായിട്ട് നടക്കാൻ പോക്കുണ്ട്, അതുപോലെ ജിമ്മിൽ പോകലായി ഇപ്പോ. പക്ഷെ ഈ മഴക്കാലത്ത് നമ്മളുടെ ശരീരബലം കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ വ്യായാമങ്ങൾ, അത് നമ്മളുടെ ശരീരത്തിന്റെ ബലത്തിൽ കവിഞ്ഞിട്ടുള്ള വ്യായാമങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത്. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് യോഗ, ചെറിയ രീതിയിൽ പ്രാണായാമങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞല്ലോ മനസ്സിന്റെ ബലം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ ഒരു മനസ്സിന്റെ ബലം അതിനെ ഇപ്പോ കാസ്റ്റ് വൈസ് ആയിട്ട് പറയല്ല എങ്കിൽ കൂടി രാമായണ മാസം എന്ന് പറയുന്നതും നമ്മളുടെ ഒരു മനസ്സിന്റെ ഒരു പോസിറ്റിവിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഒരുമിച്ചിരുന്നുള്ള വായനകളും പാരായണങ്ങളും. കാരണം ഈ നമ്മുടെ സംഗമം തന്നെ എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്കിതൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടെല്ലാം ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം പോലും നിങ്ങൾക്ക് ആർക്കും അറിയാത്തതായിരിക്കില്ല. കാരണം അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇതൊരു യുവതലമുറയ്ക്കാണ് പറയുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് ന്യൂ ഇൻഫർമേഷൻ ആയിരിക്കും. പക്ഷെ എന്നേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ കൂടിയിരിക്കുക പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു പോസിറ്റീവ് എനർജി വരികയാണ്. അതുപോലെയാണ് നമ്മൾ എന്ത് കാര്യവും കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അതിന് ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥാപനം അതിനൊരു നല്ലൊരു പോസിറ്റിവിറ്റി തരുന്നുണ്ട്. പാട്ടായാലും അതെ, ഡാൻസ് ആയാലും അതെ, യോഗ ആയാലും അതെ. അതുപോലെ തന്നെ ഇപ്പോ കൂടുതൽ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ചികിത്സ. കാരണം ഞാൻ ബേസിക്കലി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് സ്ത്രീരോഗ ചികിത്സയിലാണ്. സ്ത്രീരോഗ ചികിത്സയെ കുറിച്ചും കൂടി ഇതിലേക്ക് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, രോഗങ്ങളില്ലാത്ത സ്ത്രീകളില്ല. പക്ഷെ ചികിത്സയിലേക്ക് വരുമ്പോൾ സ്ത്രീകൾ വളരെ പുറകിലേക്കാണ്. എന്താ കാരണം? സ്ത്രീകൾ എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ കാര്യം നോക്കുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു യഥാർത്ഥ വസ്തുത. കാരണം വീട്ടിലത്തെ കാര്യമോ കുട്ടികളുടെ കാര്യമോ അത് ഏത് പ്രായമായാലും മരണം വരെയും അങ്ങനെയാണ് എന്ന് പറയുന്നതായിരിക്കും സത്യം. കാരണം ചെറുപ്പത്തില് ഇപ്പൊ കുട്ടികളായിരിക്കും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, അത് കഴിയുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി മാറി മാറി വരും. അപ്പൊ അത് അസുഖം ഇല്ല എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ വലിയ എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക്, അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത് എന്നല്ല, പക്ഷെ എല്ലാവരും അവരവരെ, നമ്മളുടെ ശരീരത്തെയും നമ്മളുടെ മനസ്സിനെയും നന്നാക്കി നോക്കിയാൽ വേറൊരാൾക്ക് നമ്മളെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം വരില്ല. അതൊരിക്കലും സെൽഫിഷ്നെസ് അല്ല, സെൽഫ് കെയർ ആണ്. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ ഞാൻ ഒരു എന്താ പറയാ ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്നാണ് ചിന്തിക്കുക. ഒരു 5 ദിവസത്തെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ഒരു 7 ദിവസത്തെ ചികിത്സയ്ക്ക് ഞാനൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ എന്റെ വീട്ടുകാർക്ക്, എന്റെ കുടുംബക്കാർക്ക്, എന്റെ മക്കൾക്ക് അത് ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ ചിന്തിച്ച് നമ്മൾ മാറ്റിവെച്ച് നമ്മൾ വലിയൊരു അസുഖത്തിലേക്ക് വന്ന് നമ്മളൊരു സർജറി എന്നുള്ള ഒരു ഇതിലേക്ക് വരുമ്പോ അപ്പൊ ചിന്തിക്കുമോ ഈ കാര്യം? ചിന്തിക്കില്ല. കാരണം അത് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ നമ്മൾ അലോപ്പതി ഹോസ്പിറ്റലും ഒരു ആയുർവേദവും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാവുന്ന ഒരു ഇതാണ്. ഒരു സിസ്റ്റവും എന്താ പറയാ ചെറുത് വലുത് എന്നല്ല ഞാൻ പറയുന്നത്. ചികിത്സ നമുക്ക് എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ആയുർവേദം എന്നുള്ളത് നമുക്ക് രോഗം വരുമ്പോൾ മാത്രം കാണിക്കാൻ
ചെയ്യാനുള്ള അല്ലെങ്കിൽ വരാനുള്ള ഒരു മേഖലയല്ല. നമ്മൾ രോഗപ്രതിരോധമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചും പറയുന്നത്. അപ്പോൾ അതിന് ബേസിക് ആയിട്ട് നമ്മൾ ഇത്രയും ചിന്തിക്കേണ്ടു. നമ്മളുടെ ആഹാരം, നമ്മളുടെ വിഹാരം എന്ന് പറയുന്നത് നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, അതുപോലെ നമ്മളുടെ മനസ്സിന്റെ ഒരു എന്താ പറയാ സന്തോഷം അല്ലെ, ആ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുകൂടെ ചെയ്യാം. ഇത്രയാണ് എനിക്കൊരു ബ്രീഫായിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ? പിന്നെ ഒരു കാര്യം കൂടെ വേണമെങ്കിൽ പറയാൻ വിട്ടുപോയത് അല്ലെങ്കിൽ പറയാനുള്ള ഒരു ഭക്ഷണം എന്ന് പറയുന്നത് മുക്കുടിയാണ്. കാരണം കർക്കിടക മാസത്തിൽ ഔഷധ സേവ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മുക്കുടി സേവ എന്ന് പറയും. അതായത് മുക്കുടി പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ മോര് കാച്ച്, അതായത് തൈര്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ എന്താണ് മിൽക്കി മിസ്റ്റ്, അതല്ലെങ്കിൽ സെറ്റ് കേർഡ്, പുളിയില്ലാത്ത കട്ട തൈര്, അതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് അല്ലെ. പണ്ടത്തെ പുളിച്ച മോര് അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ഉറയൊഴിക്കുന്ന മോരൊന്നും പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷൻ കഴിക്കില്ല. അപ്പോ പണ്ടുള്ളവര് ആ മോര് കഴിച്ചുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വയറിന് മറ്റേ IBS പറയും, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചാൽ നേരെ ബാത്റൂമിൽ പോവുക, ദഹനം ശരിയാവാതിരിക്കുക, വയറിൽ മുഴുവൻ ഗ്യാസ്, അങ്ങനെ ഒരുപാട് ദഹന പ്രശ്നങ്ങളാണ് ഇന്നത്തെ തലമുറ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മുക്കുടി പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ചുക്ക്, കുരുമുളക്, തിപ്പലി, അതും കുടകപ്പാലേരി, അതുപോലെ ആശാലി പറഞ്ഞ കുറച്ച് ദ്രവ്യങ്ങളൊക്കെ ഇട്ടിട്ട് പുളിയാറില, ഇതേപോലെ നമ്മുടെ ചുറ്റും നോക്കി കാണാം, പുളിയാറിലയും കൂടെ അരച്ച് ചേർത്തിട്ട് മഞ്ഞപ്പൊടി മോര് കാച്ചി എടുക്കുന്നതാണ് ഈ മുക്കുടി എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിക്കുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ദഹന പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ലതാണ്. അതല്ലെങ്കിൽ മോര് കഴിക്കുക, സംഭാരമൊക്കെ ഇല്ലേ, അതൊക്കെ ഈ സമയത്ത് വേണമെങ്കിൽ ശീലിക്കാം. തൈര് കഴിക്കരുത്. സപ്പോസ് നമ്മളിപ്പോ നേരില്ലാത്തോണ്ട് രാവിലെ കട്ട് ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെക്കുക പറയുന്നതിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നല്ല. അതിൽ പ്രത്യേകിച്ച് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെറിയ ഉള്ളി തൊലി കളഞ്ഞു വെക്കുക എന്നുള്ളത്. കാരണം എല്ലാവർക്കും നേരെ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അതൊക്കെ ഇങ്ങനെ തൊലി കളഞ്ഞ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ നമുക്കിപ്പോൾ ഒരു ജലദോഷം വന്ന അല്ലെങ്കിൽ ഒരു പനിയൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളി ചതച്ചിട്ട് വീടിന്റെ മൂലക്കിൽ വെക്കും. അത് എന്തിനാന്ന് വെച്ചാൽ ആ വൈറസും ബാക്ടീരിയയും ഒക്കെ അതിലേക്ക് ആ അന്തരീക്ഷത്തിൽ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ തുമ്മുന്നതിലൂടെയും അങ്ങനെയൊക്കെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആണിത്. അപ്പൊ അതൊക്കെ അതിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ തൊലി കളഞ്ഞ് തുറന്നു വെക്കുമ്പോഴും സംഭവിക്കുന്നത്. അതില് ഈ ബാക്ടീരിയ, വൈറസ് ഒക്കെ വന്നിട്ട് പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്കും ചെല്ലുകയാണ്. പിന്നെ കഷ്ണങ്ങൾ നുറുക്കി വെക്കുക പറയുമ്പോഴും ശരിക്കും നമ്മൾ എങ്ങനെയാ പറയാ, നന്നായിട്ട് വെള്ളത്തിൽ കോവിഡിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും അത് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടാവും. നമ്മളുടെ ആ ഒരു ഭക്ഷണ ശുചിത്വം എന്ന് പറയുന്നത് കൊണ്ടുവരുന്നു, കഴുകുന്നു, മഞ്ഞളും ഉപ്പൂട്ട വെള്ളത്തിൽ ഇറക്കി വെക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അത്രയും കെയർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെയാണ് നോക്കേണ്ടത്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. കാരണം നമുക്ക് ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുഞ്ഞ് ഫ്ലൈസ് അല്ലെ, എന്താണ് പൊടിയിച്ച വേണ്ടത്. ആ പൊടിയിച്ച എത്രമാത്രം അത് ശരിക്കും നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക എന്നാ പറയുക, അത് അത്രയും രോഗവാഹകരാണ്. അപ്പോൾ ആ പൊടി കാരണം പഴങ്ങളും അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ തണുപ്പും ഈർപ്പും ഒക്കെ ഉള്ള അന്തരീക്ഷം ആകുമ്പോൾ ഈ പറഞ്ഞ ബാക്ടീരിയയ്ക്ക് ആണെങ്കിലും വൈറസിനാണെങ്കിലും ഒക്കെ വളരാൻ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് ഈ ഒരു തണുപ്പും ഒരു ഇളം ചൂടും നിൽക്കണ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിവതും നമ്മൾ ശരിക്കും ഒരു യാമം, അതായത് 3 മണിക്കൂറാണ് ഒരു ഭക്ഷണം പാകം ചെയ്താൽ വെക്കാൻ പാടുള്ളൂ. അതിനുള്ളിൽ കഴിച്ചു തീർക്കണം. അപ്പോ യൂസ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഒരു ഇത് തന്നെ അതാണ്. നമുക്കത് അത്രത്തോളം പറ്റിയില്ലെങ്കിൽ കൂടി ഒരു ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് അസുഖം വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലത്. പൊടിച്ച
കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നല്ല അടച്ചുറപ്പുള്ള പാത്രത്തിൽ വെക്കുക, ചെറിയ ഉള്ളി വെക്കാതിരിക്കുക, നാളികേരം അങ്ങനെ വെക്കാം. അതുപോലെ ഇപ്പോൾ പച്ചക്കറികൾ, ഇപ്പോൾ ഉപ്പേരിയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ നമുക്ക് പിന്നെയും ഇതാക്കി വെക്കാം. ഈ വെള്ളം ജലാംശം കൂടുതലുള്ള കാര്യങ്ങൾ അങ്ങനെ അധികം വെക്കാതിരിക്കും. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നതല്ല, പക്ഷെ